ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയ ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ സദൃശ ത്രികോണങ്ങൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. അതിൽ ആക്ടിവിറ്റി 1-ൽ നമ്മൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ 3 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആദ്യത്തെ ക്ലാസ്സുകൾ കാണണം. അതിനുശേഷം മാത്രം ഈ ക്ലാസ് കാണുക. പിന്നെ ഇൻട്രൊഡക്ഷൻ പ്രത്യേകിച്ചും ഇൻട്രൊഡക്ഷൻ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. സദൃശ ത്രികോണം എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വിഷമമുള്ളൊരു ചാപ്റ്ററാണ്. അതിൻ്റെ ആദ്യം മുതലുള്ള ഭാഗങ്ങൾ കൃത്യമായി കണ്ടു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പം ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതൊന്ന് കാണുക. കണ്ട ശേഷം ഈ ചോദ്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ 4ാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. 4ാമത്തെ ചോദ്യത്തിൽ 1 മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 2 സബ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്ത ശേഷം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കൂടി എഴുതാം. അപ്പോൾ ഞാൻ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ഒരു മട്ടത്രികോണത്തിലെ മട്ടമൂലയും 3 വശങ്ങളിലെയും ഓരോ ബിന്ദുക്കളും മൂലകളായി ഒരു സമചതുരം വരച്ചിരിക്കുന്നു. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കാണുക. ഇതാണ് ചോദ്യം. അപ്പൊ ചിത്രത്തിൽ ഒരു മട്ടത്രികോണത്തിലെ മട്ടമൂലയും, അപ്പൊ ഇതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള മട്ടത്രികോണം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്ന ചിത്രമാണ്. അതിനകത്ത് ഈ ഒരു ഭാഗത്തിന്റെ അളവ് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിന്റെ അളവ് 1 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എന്താ പറഞ്ഞിട്ടുള്ളത്? മട്ടത്രികോണത്തിലെ മട്ടമൂല എന്ന് വെച്ചാൽ ഇതാണല്ലോ അതിന്റെ മട്ടമൂല എന്ന് പറയുന്നത്. അതായത് 90 ഡിഗ്രി കോണളവ് വരുന്ന ആ മൂലയാണ് മട്ടമൂല എന്ന് പറയുന്നത്. മട്ടമൂലയും 3 വശങ്ങളിലെയും ഓരോ ബിന്ദുക്കളും ഇങ്ങനെ ഓരോ ബിന്ദുക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സമചതുരം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഈ ത്രികോണത്തിന് ഒരു പേര് കൊടുക്കുന്നു. ഇതിന് ABC എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഈ സമചതുരത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? BDEF ഇങ്ങനൊരു പേര് കൊടുക്കാം. സമചതുരത്തിന് BDEF എന്ന് പറയുന്ന പേരും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? സമചതുരത്തിന്റെ ഒരു വശം എത്രയാണെന്ന് കാണണം. സമചതുരത്തിന്റെ ഒരു പ്രത്യേകത അറിയാം. വശങ്ങളുടെയൊക്കെ നീളവും അതുപോലെ കോണുകളും ഒക്കെ 90 ഡിഗ്രിയുമായ ചതുർഭുജത്തെയാണ് എന്ത് പറയുന്നത്? സമചതുരം എന്ന് പറയുന്നത്, അല്ലേ? സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്, എല്ലാ കോണുകളും തുല്യമാണ്. കൂടാതെ ഓരോ കോണും 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ആകെ തന്നിട്ടുള്ള ക്ലൂ എന്താണ്? ഇത് 2 സെന്റിമീറ്റർ നീളവും ഇവിടെ 1 സെന്റിമീറ്റർ നീളവും മാത്രം തന്നിട്ടുണ്ട്. അപ്പോൾ സമചതുരത്തിന്റെ വശം കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിന് ഇരുവശം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 ത്രികോണങ്ങളെ കാണാൻ പറ്റും, ഇല്ലേ? ആ ത്രികോണങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് AFEയും മറ്റൊന്ന് EDCയും. ഇങ്ങനെ 2 ത്രികോണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ സമചതുരത്തിന്റെ വശം കാണുന്നതിന് മുന്നേ സദൃശ ത്രികോണം എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. അതില് ത്രികോണങ്ങൾ ഏതെങ്കിലും 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ടാവും. ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ ആ ത്രികോണങ്ങൾ എപ്പോഴും സദൃശങ്ങളാണെന്ന് തെളിയിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ ഉണ്ടാവും. ഓൾമോസ്റ്റ് ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ ഈ 2 ത്രികോണങ്ങളും ആദ്യം സദൃശങ്ങളാണെന്ന് നമുക്ക് തെളിയിക്കേണ്ടി വരും. അതുപയോഗിച്ചായിരിക്കും നമ്മൾ ബാക്കിയുള്ള സമചതുരത്തിന്റെ വശം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരിക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ 2 ത്രികോണങ്ങളെ പരിഗണിക്കുന്നു. ത്രികോണങ്ങളുടെ പേര് നോക്കുക. ഒന്ന് AFE, മറ്റത് EDC. അപ്പൊ ഞാൻ അത് എഴുതുന്നു. ത്രികോണം AFC, അതുപോലെ ത്രികോണം EDC എന്നിവ പരിഗണിക്കുക. ഓക്കെ, അത് പരിഗണിച്ചിട്ട് നമുക്ക് നോക്കാം അതിൽ ആരെങ്കിലും തുല്യമായ കോണുകളായി വരുന്നുണ്ടോ നോക്കാം. ഇനി നോക്കുക നിങ്ങളിവിടെ നമുക്കറിയാം സമചതുരത്തിന്റെ പ്രത്യേകത എല്ലാ കോണുകളും എത്ര ഡിഗ്രി വീതമാണ്? 90 ഡിഗ്രി വീതമാണല്ലോ. ഇവിടെ ഈ കോണിന്റെ അളവ് 90 ഡിഗ്രി വരില്ലേ? എന്തുകൊണ്ടാ? നോക്ക്, ഇവിടെ FE എന്ന് പറയുന്ന ഈ വര ഈ വരയുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കോൺ എടുക്കുമ്പോൾ, അതായത് ഈ കോണിന്റെ അളവ് 90 ഡിഗ്രിയാണ്. അതായത് സമചതുരത്തിലെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ കോണ് 90 ഡിഗ്രിയാണ്. അപ്പോൾ AB എന്ന് പറയുന്ന ഈ വശത്തിലേക്ക് EF എന്ന് പറയുന്ന ഈ വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രേഖീയ ജോഡി കോണുകളാണല്ലോ ഈ 2 കോണുകളും. രേഖീയ ജോഡിയിലെ കോണുകൾ എപ്പോഴും എത്രയായിരിക്കും? അവയുടെ തുക 180 ഡിഗ്രി അല്ലേ? അപ്പൊ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോണിന്റെ അളവ് എത്രയായിരിക്കും? അത് 90 ആവില്ലേ? 90 കൂട്ടിയാലല്ലേ 180 ഡിഗ്രി വരിക.
അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി കോൺ AFE അളവ് 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെയും ഈ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? 90 ആയിരിക്കും. കാരണം BC എന്ന് പറയുന്ന ഈ വരയെ ഇങ്ങനെ ഒരു വര ഖണ്ഡിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പുറം ഉണ്ടാകുന്ന വര ആ കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ 90നോട് എത്ര കൂട്ടിയാലായിരിക്കും 90 വരിക? ഇതും രേഖീയ ജോഡിയിലെ കോണായിട്ടല്ലേ വരിക? BC എന്ന് പറയുന്ന വരയെ ഇങ്ങനെ ഒരു വര ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന രേഖീയ ജോഡിയാണ് ആ രണ്ട് കോണുകൾ വരിക. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയും 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആരൊക്കെയാണ് 90 ഡിഗ്രി? ഒന്ന് ഇങ്ങനെ നോക്കുക, AFC എന്ന് പറയുന്ന ഈ കോണും മറ്റൊന്ന് EDC എന്ന് പറയുന്ന ഈ കോണും. അപ്പം അത് ഞാൻ ആദ്യം എഴുതുന്നു. കോൺ AFC സമം കോൺ EDC സമം 90. അപ്പം നമുക്കതിന് കാരണം എന്ത് ചെയ്താൽ വേണമെങ്കിൽ, അതായത് രേഖീയ ജോഡിയിലെ കോണുകൾ എഴുതിയാലും മതി. കോണുകളുടെ തുക എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. രേഖീയ ജോഡിയിലെ കോണുകൾ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത്ര എഴുതിയാലെങ്കിലും മതി. അപ്പോൾ ഇത് 90 ആകുമ്പോൾ ഇവിടെയും 90, അങ്ങനെ 180 ഡിഗ്രി ആയിട്ട് മാറും തുക. അങ്ങനെ ഈ കോണും 90 ആണെന്ന് കിട്ടി, ഈ കോണും 90, ഇവ രണ്ടും തുല്യമാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, ഞാൻ ഈ കോണും പരിഗണിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന് കോൺ എയും മറ്റൊന്ന്, ഇവിടെ എ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടെ എങ്ങനെ പറയണം? കോൺ DEC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോൺ DEC അത് തുല്യമാണ്. എന്തുകൊണ്ടാണ് അറിയോ തുല്യമാവാൻ കാരണം? നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ AB എന്ന് പറയുന്ന ഈ വരയും എന്താണ്? സമാന്തരമാണ്. അത് എന്തുകൊണ്ട് സമാന്തരമായത്? അത് നിങ്ങൾക്കറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വര എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെയുള്ള കോൺ 90 ആണ്, ഇവിടെയും 90 ആണ്. അപ്പം അതേപോലെ തന്നെ ഈ ഒരു വര AB എന്ന് പറയുന്ന വരയും DE എന്ന് പറയുന്ന വരയും എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് വരകളെ, ഇങ്ങനെയുള്ള ഈ വരയെയും ഇങ്ങനെയുള്ള ഈ വരയെയും അതിലേക്കൂടെ കടന്നു പോകുന്ന, അതിനെ ഛേദിച്ചുകൊണ്ട് പോകുന്ന വരയാണ് AC എന്ന് പറയുന്നത്. ഈ രണ്ട് ലൈൻസും എന്താണ്? അതായത് സമാന്തരമാണ്. ABയും DEയും സമാന്തരമാണ്. അപ്പോൾ സമാന്തരമായ ഒരു വരയെ മറ്റൊരു വര ഇതുപോലെ ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കോണുകൾക്ക് പറയുന്ന പേരാണ് സമാന കോണ്. അത് സമാന കോണാണ്. ഏതൊക്കെയാണ്? കോൺ എയും കോൺ DECയും സമാന കോണുകളാണ്. അതുകൊണ്ട് അവ തുല്യമായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ സമാന്തര വരകൾ? ABക്ക് സമാന്തരമാണ് ഏത്? ED എന്ന് പറയുന്ന വര. ഓക്കെ, ABയും EDയും സമാന്തരമായതുകൊണ്ട് അതിനെ ഖണ്ഡിച്ചു പോകുന്ന വരയാണ് AC. അപ്പോൾ AC ഖണ്ഡിച്ചു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സമാന കോണുകളാണ് എന്ത് പറയുന്നത്? അവ തുല്യമായിരിക്കും. സമാന കോണുകൾ എപ്പോഴും തുല്യമാണ്. ഓക്കെ, AB സമാന്തരം ED. AB, ED എന്നീ സമാന്തര വരകളെ AC എന്ന ഛേദകം അല്ലെങ്കിൽ AC എന്ന വര ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാന കോണുകൾ തുല്യം. സമാന കോണുകൾ എന്ന് എഴുതിയാലും മതി. സമാന കോണുകൾ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ രണ്ട് കോണുകളും തുല്യമായത്. ഇനി അടുത്തത് നോക്കൂ. ഇനി ഈ കോണും ആ കോണും അതും പരിഗണിച്ചാലോ? ഇതാ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ BC എന്ന് പറയുന്ന ഈ വര, അതുപോലെ FE എന്ന് പറയുന്ന മറ്റൊരു വര, അതിനെയും ഖണ്ഡിക്കുന്ന ഛേദകമായിട്ട് ഏത് വരും? ഇത് വരൂലേ? അപ്പൊ ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു സമാന കോൺ ഉണ്ടാകുന്നില്ലേ? അപ്പൊ അതും നമുക്ക് പറയാം. ഏതാണ് കോണിന്റെ പേര്? കോൺ AEF സമമാണ് ആർക്ക്? കോൺ Cക്ക് സമമാണ്. കാരണം അവിടെ ഏതൊക്കെയാണ് സമാന്തര വര വരുന്നത് നോക്കിയേ. FE, BC എന്നീ സമാന്തര വരകളെ AC എന്ന വര ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന സമാന കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, സമാന കോണുകൾ എപ്പോഴും
അത് രണ്ട് സമാന്തര വരകൾക്കിടയിൽ വരുന്ന സമാന കോണുകൾ തുല്യമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ കോണും തുല്യമായത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ രണ്ട് ത്രികോണങ്ങളിലെയും കോണുകളെല്ലാം പരസ്പരം തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ്? സദൃശ ത്രികോണങ്ങളാണ്. അതായത് ത്രികോണം AFC, ത്രികോണം EDC എന്നിവ സദൃശങ്ങളാണ്. എന്തുകൊണ്ട് സദൃശങ്ങളാകുന്നു എന്നുള്ളത് നിങ്ങൾ എഴുതണം കേട്ടോ. ഇവിടെ എഴുതാൻ സ്ഥലമില്ല. എന്താ എഴുതുക? കാരണം ത്രികോണം AFEയിലെ 3 കോണുകളും ത്രികോണം EDCയിലെ 3 കോണുകൾക്കും തുല്യമായതിനാലാണ് ആ രണ്ട് ത്രികോണങ്ങളും സദൃശങ്ങളാകുന്നത്. അങ്ങനെ തന്നെ കാരണം എഴുതണം. അപ്പോൾ ത്രികോണം AFEയിലെ 3 കോണുകളും ത്രികോണം EDCയിലെ 3 കോണുകൾക്ക് തുല്യമാണ്. അതുകൊണ്ട് എന്ത് പറയാം? നമുക്ക് ആ രണ്ട് ത്രികോണങ്ങളും സദൃശമാണ്. അപ്പോൾ സദൃശങ്ങളാകുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ മുകളിലത്തെ ഈ ചോദ്യം ഒന്ന് വായിച്ചു കളയാണ്. അപ്പൊ ത്രികോണങ്ങൾ സദൃശങ്ങളാകുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ത്രികോണങ്ങൾ സദൃശമാണെങ്കിൽ അവയുടെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ എങ്ങനെയായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും എന്നൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ തുല്യ വശങ്ങൾക്ക് എതിരെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. അപ്പൊ ആരൊക്കെയാണ് തുല്യ വശങ്ങൾ? നോക്കിയേ, ഇവിടെ നമുക്ക് ഈ കോണ് കണ്ടോ? അതായത് ഈ കോണിനെതിരെ വരുന്ന വശമാണ് ഏത്? AF എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ ഈ കോണിന് എതിരെ വരുന്ന വശമാണ് ഏത്? ED എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കോണുകളും തുല്യമാകുമ്പോൾ അവയ്ക്ക് എതിരെ വരുന്ന വശങ്ങൾ എങ്ങനെയായിരിക്കും? ആനുപാതികമായിരിക്കും എന്ന് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് എഴുതുന്നു. അതായത് AF ബൈ, ഇവിടെ ഈ കോണിനെതിരെ വരുന്നത് AF, ഇവിടെ ഇതിനെതിരെ വരുന്നത് ED. AF ബൈ ED അത് ആർക്ക് തുല്യമായിരിക്കും? ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇവിടെ ഈ കോണിനെതിരെ വരുന്ന വശമാണ് ഇത്, ഈ കോണിനെതിരെ വരുന്ന വശമാണ് ഇത്. അപ്പോൾ ഈ കോണിനെതിരെ വരുന്ന ഈ വശത്തിന്റെ പേര് FE, അല്ലേ? FE ബൈ ഇതിനെതിരെ വരുന്ന വശം DC. ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്. ഇനി ഇതിന് വിലകൾ കൊടുക്കാം. AFന്റെ വില നമുക്ക് അറിയാം, എത്രയാണ്? 2 ബൈ ED എന്ന് പറയുന്ന ഓർത്തു. EDക്ക് വില അറിയോ? നമുക്ക് ഇല്ല, ED അറിയില്ല. ED സമം. ഇനി FE എന്ന് പറയുന്നതിന്റെ നീളം നമുക്ക് അറിയില്ല, ബൈ DCയുടെ നീളം നമുക്കറിയാം, എത്രയാണ്? 1, അല്ലേ? ഇനി മായാൻ കുറച്ചൊരു പണിയുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പം 2 ബൈ ED സമം FE ബൈ 1 കിട്ടും. ഇനി ED എന്ന് പറയുന്ന ഈ വശം FE എന്ന് പറയുന്ന വശം എന്താണ്? ED എന്ന് പറയുന്നത് ഇതാണല്ലോ, FE എന്ന് പറയുന്നത് ഇതാണല്ലോ. ഒരു സമചതുരത്തെ സംബന്ധിച്ച് അവയുടെ വശങ്ങളെല്ലാം തുല്യമല്ലേ? അപ്പൊ EDയുടെ നീളം എത്രയാണോ അത് തന്നെ ആയിരിക്കുമല്ലോ FEക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ EDക്ക് പകരം FE നേരുന്നു, അല്ലെങ്കിൽ FEക്ക് പകരം ED നേരുന്നു. ഞാനിവിടെ EDക്ക് പകരം FE നേരുന്നു. ഓക്കെ, FE. ഇവിടെ FE അതുപോലെ തന്നെ എഴുതുന്നു, ബൈ 1 വരും. ഇനിയോ 2 ബൈ FE സമം FE ബൈ 1, അല്ലേ? ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? എതിരായിട്ട് ഇങ്ങനെ ഗുണിക്കുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 × 1 2 വരും. FE × FE, FE ഗുണിക്കണം FE സമം 2 × 1, എതിർഗുണനാണ്. എതിർഗുണനം ചെയ്തു. FEയും FEയും തമ്മിൽ ഗുണിച്ചു, 2ഉം 1ഉം തമ്മിൽ ഗുണിച്ചു. FEയും FEയും തമ്മിൽ ഗുണിച്ചാൽ എന്ത് വരും? FE സ്ക്വയർ എന്ന് വരും. FE സ്ക്വയർ സമം എന്ത് വരും? 2 ഗുണിക്കണം 1 2. അപ്പൊ FE സമം എന്ത് വരും? √2. അപ്പൊ FE എന്ന് വെച്ചാൽ ആരാണ്? ഈ സമചതുരത്തിന്റെ ഒരു വശം. ആ സമചതുരത്തിന്റെ ഒരു വശമാണ് നമുക്ക് എത്രയാണെന്ന് കിട്ടിയത്? √2 സെന്റിമീറ്റർ എന്ന് കിട്ടിയത്. ഓക്കെ, ഈ ഒരു വശത്തിന്റെ നീളം √2 എന്ന് കിട്ടി. അതല്ലേ നമ്മളോട് ആദ്യം കാണാൻ വേണ്ടി പറഞ്ഞത്? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് തന്നത്. ഇനി ഇതിൻ്റെ അകത്ത് രണ്ടാമത് ഒരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് മായ്ച്ച ശേഷം ഞാൻ ആ ചോദ്യം കൂടി എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വശങ്ങളുടെ നീളം 3, 4, 5 ആയ ത്രികോണത്തിൽ, ത്രികോണം ഷോർട്ടായിട്ട് ചെയ്തതാണ്. വശങ്ങളുടെ നീളം 3, 4, 5 ആയ ത്രികോണത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന സമചതുരത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. നേരത്തെ പോലെ തന്നെ ഒരു ത്രികോണം,
അതിന്റെ വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇവിടെ 2 സൈഡുമാണ് തന്നത്, ഇവിടെ വശങ്ങളുടെ നീളം മുഴുവനായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ ഒരു വശത്തിന്റെ നീളം ഇത് 3, ഇത് 4, ഇത് 5 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ വശങ്ങളുടെ നീളം 3, 4, 5 ആയ ത്രികോണത്തിൽ ഇങ്ങനെ ഒരു സമചതുരം വരച്ചാൽ ആ സമചതുരത്തിന്റെ ഒരു വശം എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ സമചതുരത്തിന്റെ ഒരു വശത്തെ എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, ഇതിന് എക്സ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇതെന്തായിരിക്കും വരിക? ഒന്ന് നോക്കിയേ, ഇതിന്റെ ടോട്ടലാണ് 4, ഈ വശത്തിന്റെ ആകെ നീളമാണ് 4. 4-ൽ നിന്ന് ഈ എക്സ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തിന്റെ നീളം എത്രയായിരിക്കും? 4 മൈനസ് എക്സ് ആയിരിക്കൂലേ വരിക, അല്ലേ? ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ, ഇവിടെ ഇപ്പൊ 1 ആണ്, എക്സിന് പകരം 1 ആണെങ്കിൽ ഈ ഭാഗം എത്രയായിരിക്കും? മൊത്തം 4 ആണെങ്കിൽ 4-ന്റെ അകത്ത് 1 വർഷം ഇവിടെ 3 അല്ലേ വരിക? ഇവിടെ എക്സ് ആയതുകൊണ്ട് ഈ ഭാഗത്തിന്റെ നീളം എന്താണ്? 4 മൈനസ് എക്സ് അല്ലേ? ഇനി ഇവിടെ എക്സ്, ഈ വശം എക്സ് ആണെങ്കിൽ ഇതും എക്സ് തന്നെയല്ലേ ഉണ്ടാവുക. അപ്പൊ ഇതെന്തായിരിക്കും വരിക? ഇതിന്റെ ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ആകെ നീളം 3 ആണ്. ഇവിടെ മാത്രം എന്ത് വരും? ഇവിടെ മാത്രം 3 മൈനസ് എക്സ് എന്ന് വരൂലേ? അപ്പൊ ഇത് 4 മൈനസ് എക്സും ഇത് 3 മൈനസ് എക്സും എന്ന് എഴുതാം. അപ്പൊ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു അംശബന്ധം കുറച്ച് മുന്നേ എഴുതാൻ ഞാൻ മായ്ക്കാതെ ഇവിടെ വെച്ചതാണ്. അപ്പോൾ ത്രികോണങ്ങൾ സദൃശങ്ങളായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അംശബന്ധം നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ അംശബന്ധത്തിലേക്ക് നമുക്ക് ഇതിന്റെ വിലകളൊന്ന് കൊടുത്തു നോക്കിയാലോ. എ എഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ എക്സ് ഉപയോഗിച്ച് എഴുതുമ്പോൾ എന്ത് വന്നു? എ എഫിന്റെ നീളം 4 മൈനസ് എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഇ ഡിയുടെ നീളം നോക്കിയേ, ഇ ഡി എടുത്തു. ഇ ഡി എവിടെ പോയി? ഇതാണ് ഇ ഡി. അപ്പൊ ഇ ഡി എന്ന് പറയുന്നത് എന്താ? സമചതുരത്തിന്റെ ഒരു വശമല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? എക്സ് അല്ലേ? അപ്പൊ ഇ ഡിക്ക് പകരം ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇനി എഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? അതും സമചതുരത്തിന്റെ ഒരു വശമായിട്ട് വരുന്നല്ലേ, അതിന് എക്സ് എന്ന് കൊടുത്തു. ഡി സിയുടെ നീളം നമ്മൾ എഴുതി, എന്താണ്? 3 മൈനസ് എക്സ് എന്ന് എഴുതി. ഇനി ഞാൻ നേരത്തെ എതിർഗുണനം ഉപയോഗിച്ച് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുന്നു. എക്സിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും? എക്സ് സ്ക്വയർ അല്ലെ? എക്സ് സ്ക്വയർ സമം ഇതിനെ ഇങ്ങോട്ടേക്ക് ഗുണിക്കുന്നു, എന്താ വരിക? 4 കുറക്കണം എക്സ് ഇൻറ്റു 3 കുറക്കണം എക്സ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ നേടി. 4 മൈനസ് എക്സും 3 മൈനസ് എക്സും ഗുണിക്കാലോ. എങ്ങനെ ഗുണിക്കുന്നത്? ആദ്യം 4 കൊണ്ട് ഇവിടെ ഗുണിക്കുക, 3-നെ ഗുണിക്കുക, പിന്നെ എക്സിനെ ഗുണിക്കുക. 4 ഇൻറ്റു 3 12. 4 ഗുണിക്കണം എക്സ്, 4x ആണ്. ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഇവിടെ മൈനസ് 4x എന്ന് വേണം. ഇനി ഇവിടെയോ എക്സ് ഗുണിക്കണം 3x ആണല്ലോ. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ ആ മൈനസ് ഇവിടെ ഇടുന്നു. മൈനസ് എക്സും 3 തമ്മിൽ ഗുണിച്ചാൽ 3x. ഇനി നോക്കിയേ, മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് ആണ്, അപ്പൊ എന്ത് വരും? പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനിയോ എക്സ് സ്ക്വയർ സമം 12 കുറക്കണം മൈനസ് 4x-ഉം മൈനസ് 3x-ഉം എന്ത് ചെയ്യണം? അത് രണ്ടും തമ്മിൽ കൂട്ടാം. കുറക്കല്ല വേണ്ടത്, ഇതിന്റെ രണ്ടിന് മുന്നത്തെ ചിഹ്നം ഒന്നായതുകൊണ്ട്, അതായത് മൈനസ് ആയതുകൊണ്ട് കൂട്ടിയിട്ട് അതേ ചിഹ്നം വേണം. 4 3 കൂടി കൂട്ടിയാൽ എത്ര? 7. രണ്ടിന് മുന്നിൽ മൈനസ് ചിഹ്നം ആയതുകൊണ്ട് ഇവിടെയും മൈനസ് വേണം. അപ്പൊ മൈനസ് 7x എന്ന് വരും. കൂട്ടണം എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിനെല്ലാം സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, ഇല്ലേ? എക്സ് അടങ്ങുന്നതിന് മാത്രം സമത്തിന് ഇപ്പുറം കൊണ്ടുപോവാണേ. മൈനസ് 7x ഇല്ലേ, അതിപ്പുറം വരുമ്പോൾ എന്താകും? പ്ലസ് 7x ആവും. എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ടല്ലോ, കൂട്ടണ എക്സ് സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ എന്താകും? കുറക്കണ എക്സ് സ്ക്വയർ ആകും. സമം ഇവിടെ ആര് ബാക്കിയുണ്ട്? ആ 12 അത് ഇവിടെ തന്നെ എഴുതി. ഇനി നോക്കിയേ, എക്സ് സ്ക്വയർ കുറക്കണ എക്സ് സ്ക്വയർ എത്രയാ? 0 മാറും. 7x ഇവിടെയുണ്ട്, സമം 12. 7x സമം 12 ആണെങ്കിൽ എക്സ് സമം എന്ത് വരും? 12/7 എന്ന് വരും. 12/7 അല്ലെ? 12/7ന്റെ വില ഏകദേശം എത്ര വരിക? 12-ൽ 7 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും അല്ലെ? ഒരു 7 7, 12-ന്റെ 7 കുറച്ച് 5, ബാക്കി 50. 50-ൽ 7 എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം, 49. 1.7 ഏകദേശം വില എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ ഒരു സമചതുരം ഉണ്ടെങ്കിൽ ആ സമചതുരത്തിന്റെ ഒരു വശം എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 1.7 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഇത് റിപ്പീറ്റ് അടിച്ച് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് കാണാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം സദൃശ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ഞാൻ ഒന്നുകൂടി പറയാണ്. നിങ്ങൾ ആദ്യം മുതലേ തന്നെ കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഇത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ സദൃശ കാണുകൾ തെളിയിക്കേണ്ട
ക്വസ്റ്റ്യൻസ് ആദ്യം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നമ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യം എന്തായാലും ഉണ്ടാകും. പിന്നെ ചിത്രം വരക്കാനായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ വൃത്തിയായിട്ട് അതൊക്കെ പഠിക്കുക.